Hi all, welcome to Competitive Cracker. Now Rabihat. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിലെ PSC ബുള്ളറ്റിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫെയർസ് ആണ്. അതോടൊപ്പം തന്നെ റീസെൻ്റ്ലി നടന്ന എക്സാമിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു PSC ബുള്ളറ്റിൽ നിന്നുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ വന്നിട്ടുള്ള കറണ്ട് അഫെയറിൽ ഈ ഒരു മാസങ്ങളിലായിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ കാര്യങ്ങളാണ് നമുക്കിന്ന് പഠിച്ചു പോകാനുള്ളത്. അപ്പോൾ 2026-27 നിങ്ങൾക്കറിയാം ഒരുപാട് എക്സാമുകൾ നമ്മൾ കാത്തിരിക്കുന്ന വർഷങ്ങളാണ്. അപ്പോൾ അതിൽ കറണ്ട് അഫെയർസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സുകൾ, പ്രത്യേകിച്ച് ഈ പറയുന്ന PSC ബുള്ളറ്റിൻ ആണെങ്കിലും അതുപോലെ തന്നെ റീസെൻ്റ്ലി നടന്നിട്ടുള്ള എക്സാമുകൾ വെച്ചൊക്കെ ആണെങ്കിലും ഒക്കെ പഠിച്ചു പോവുക, അത് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിച്ചു പോവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് PSC ബുള്ളറ്റിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫാക്റ്റുകളെല്ലാം ക്വസ്റ്റ്യൻ രൂപത്തിലായിട്ട് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മളിത് ഫാക്റ്റുകൾ PSC ബുള്ളറ്റിനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, അത് ക്വസ്റ്റ്യൻ രൂപത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഓക്കെ ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. സോ നമുക്ക് ആദ്യം തന്നെ റീസെൻ്റ്ലി നടന്ന എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി നമുക്കറിയാം അല്ലേ, നമ്മുടെ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒക്കെ സമയത്തായിട്ട് അതിലുണ്ടായിരുന്ന ഒരു മെയിൻ ആയിട്ട് നമ്മൾ ആ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സോഫിയ ഖുറൈഷിയും അതുപോലെ തന്നെ വ്യോമിക സിംഗിൻ്റെ നടുവിലായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അല്ലേ. ആരാണത്? വിക്രം മിശ്രി അല്ലേ. വിക്രം മിശ്രി ആയിരുന്നു നമ്മുടെ ആ ഒരു ഫോട്ടോയിൽ നമ്മൾ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ്? വിക്രം മിശ്രി ആണ് എന്നുള്ള കാര്യം നമ്മുടെ ഓർമ്മിച്ച് വെക്കുക. ഇനി നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് S ജയശങ്കർ ആണ് വരുന്നത്. ഓക്കെ, S ജയശങ്കർ ആണ് നമ്മുടെ നിലവിലെ എന്ത് വരുന്നത്, ഫോറിൻ മിനിസ്റ്റർ എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ് ചോദിച്ചാൽ വിക്രം മിശ്രി ആണ് വരുന്നത്. ഓക്കെ, ആ ഫാക്ട് രണ്ട് കാര്യങ്ങൾ അവിടെ പഠിച്ചു വെക്കുക. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, റീസെൻ്റ്ലി നടന്ന എക്സാമിൽ ചോദിച്ചതാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർക്ക് ബ്രിഡ്ജ്, ഓക്കെ, ആർച്ച് ബ്രിഡ്ജ് ആയിട്ടുള്ള റെയിൽവേ കമാന പാലം എന്ന് പറയുന്നത് ഏത് നദിക്ക് മുകളിലാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സത്ലജ് ഉണ്ട്, ചെനാബ് ഉണ്ട്, രവി ഉണ്ട്, സിന്ധു നദിയുണ്ട്. അപ്പോൾ ഇത് നമുക്കറിയാം, ഇതും നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ട്, ഇത് പലതവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള റെയിൽവേ ആർക്ക് ബ്രിഡ്ജ് ഏതാണ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ചെനാബ് റെയിൽവേ ബ്രിഡ്ജ് ആണല്ലേ. അപ്പൊ ഇത് ഏത് നദിയുടെ കുറുകെ നിർമ്മിച്ചിട്ടുള്ളത്? ചെനാബ് നദിക്കായിട്ടാണ് അല്ലെ. ചെനാബ് നദിയുടെ കുറുകെയാണ് ഈ പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള റെയിൽവേ ആർക്ക് ബ്രിഡ്ജ് എന്ന് പറയുന്നത്, അതിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇത് എന്നാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്? 2025 ജൂൺ 6-നാണ്. ഓക്കെ, 2025 ജൂൺ 6-നാണ് ഈ ഒരു ആർക്ക് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇനോഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നരേന്ദ്രമോദിയാണത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ആർക്ക് ബ്രിഡ്ജിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള റെയിൽവേ ആർക്ക് ബ്രിഡ്ജ് ആണ് ഈ പറയുന്ന ചെനാബ് റെയിൽവേ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സലാൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന് നിയർ ആയിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ച് വെക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇവിടെ ഓർമ്മിച്ച് വെക്കാനുള്ളത്, നമ്മുടെ ഈ ഒരു റെയിൽവേ ആർക്ക് ബ്രിഡ്ജിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഇത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അതായത് റസായ് ഡിസ്ട്രിക്റ്റിലുള്ള കൗരി ബക്കൽ, ഓക്കെ, കൗരി ആൻഡ് ബക്കൽ പ്രദേശങ്ങളെയാണ് ഈ ഒരു റെയിൽവേ ബ്രിഡ്ജ് എന്ന് പറയുന്നത് കണക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മളിവിടെ പറയുമ്പോൾ 2025 ജൂൺ 6-ന് തന്നെ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ചെനാബ് റെയിൽവേ ബ്രിഡ്ജിന്റെ ഒപ്പം തന്നെ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ബ്രിഡ്ജ് കൂടെ വരുന്നുണ്ട്. അതാണ് അഞ്ചിഗഡ് എന്ന് പറയുന്നത് കേട്ടോ. അഞ്ചിഗഡ് എന്ന് പറയുന്ന മറ്റൊരു ബ്രിഡ്ജ് കൂടെ അവിടെ ഇനോഗ്രേഷൻ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ച് വെക്കുക. അപ്പൊ റസായ് ബക്കൽ ഏരിയാസിനെ, നമ്മുടെ കൗരി ബക്കൽ ഏരിയാസിനെ, റസായ് ഡിസ്ട്രിക്റ്റിലെ കൗരി ബക്കൽ ഏരിയാസിനെയാണ് ഇത് കണക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ
ഇത് ഏത് റെയിൽവേ ശൃംഖലയുടെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ ഉധംപൂർ ശ്രീനഗർ ബരാമുല്ല USB എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. USB എന്ന് ഓർമ്മിക്കുക. ഉധംപൂർ ശ്രീനഗർ ബരാമുല്ല എന്ന് പറയുന്ന റെയിൽവേ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ചെനാബ് റെയിൽവേ വരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ച് വെക്കുക. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പലതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയാണ്. സോ അതവിടെ ഓർമ്മിച്ച് വെക്കുക. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഈ പറയുന്ന പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ചുഴലിക്കാറ്റിന്റെ പേരുകൾ, അതിന്റെ മീനിങ് എന്താണ്, ഇത് ആരാണ് പേര് നൽകിയത്, എവിടെയാണ് വീശിയടിച്ചത്, ഇനി നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള നമ്മൾ എന്തെങ്കിലും സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പേരെന്താണ്, ഓപ്പറേഷന്റെ പേരെന്താണ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഈ പറയുന്ന PSC ബുള്ളറ്റിനിൽ നിന്നുള്ളൊരു ഫാക്റ്റ് ആണ്. ഡിറ്റ്വ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് ദുരന്തം വിതച്ച ശ്രീലങ്കക്ക് സഹായം എത്തിക്കുന്നതിനായിട്ട് ഇന്ത്യ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന രക്ഷാ ദൗത്യത്തിന്റെ പേരെന്താണ്, ഓപ്പറേഷന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഡിറ്റ്വ എന്ന് പറയുന്ന ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊന്നും അവിടെ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഇത് ശ്രീലങ്കയില് 2025 കാലഘട്ടങ്ങളിലായിട്ട് ശ്രീലങ്കയിൽ വീശിയടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചുഴലിക്കാറ്റായിരുന്നു നമ്മുടെ ഡിറ്റ്വ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് പേര് നൽകിയിട്ടുള്ളത് ആരാണ്? യമൻ ആണ് കേട്ടോ. യമൻ ആണ് ഈ ഒരു പേര് നൽകുന്നതായിട്ട്, ഡിറ്റ്വ എന്ന് പറയുന്ന പേര് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ലഗൂൺ എന്നാണ് അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത് കേട്ടോ. ലഗൂൺ എന്നാണ് ഡിറ്റ്വ എന്നതിന്റെ മീനിങ് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ച് വെക്കാം. അപ്പോൾ അവിടെ ഇന്ത്യ നടത്തിയിട്ടുണ്ടായിരുന്ന ഓപ്പറേഷൻ ആയിരുന്നു, അവർക്ക് സഹായം നൽകുന്നതിനായിട്ട്, സഹായം എത്തിക്കുന്നതിനായിട്ട് ഇന്ത്യ നൽകിയിട്ടുണ്ടായിരുന്ന ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പറയുന്നത് കേട്ടോ. ഓപ്പറേഷൻ സാഗർ ബന്ധു ശ്രീലങ്കക്ക് സഹായം എത്തിക്കുന്നതിനായിട്ട് ഇന്ത്യ നടത്തിയിട്ടുണ്ടായിരുന്ന ഓപ്പറേഷൻ ആയിരുന്നു. 2025 ശ്രീലങ്കയിൽ വീശിയടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചുഴലിക്കാറ്റാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ചേക്കാം. അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നതായിരുന്നു. തമിഴ്നാട് തീരങ്ങളെ തൊടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഓപ്പറേഷൻ സാഗർ ബന്ധു. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ അഗെയിൻ നമ്മുടെ PSC ബുള്ളറ്റിൻ എന്നുള്ള ഒരു ഫാക്റ്റ് ആണ്. ആൻസർ കിട്ടുന്നുണ്ടോ, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ്. അപ്പൊ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? സുനിൽ പലിവാൾ ആണ് കേട്ടോ. സുനിൽ പലിവാൾ ആണ് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിക്കുക. സുനിൽ പലിവാൾ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ളതാണ്, നിങ്ങൾ കമന്റ് ചെയ്യാനുള്ള ഒരു ചോദ്യമാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റിസ് സൂര്യകാന്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആയാണ് നിയമിതനായത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരാണ്? സൂര്യകാന്ത് ആണ്. റീസെന്റ് നടന്ന എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പൊ അദ്ദേഹം എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 50 ആണോ, 51 ആണോ, 52, 53? ഇതിൽ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് സൂര്യകാന്ത് നിയമിതനായിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്ന് അവിടെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം അല്ലെ. അടുത്ത ചോദ്യം ഇതാണ്. റിസർവ് ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ട് നിയമിതയായത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. റിസർവ് ബാങ്കിന്റെ നിലവിലെ അല്ലെങ്കിൽ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ് എന്നുള്ളത്. അപ്പൊ RBIയുടെ ഗവർണറെ നമുക്ക് ഒരു ആദ്യം ഒന്ന് പഠിച്ചു പോവാം അല്ലെ. RBI ഗവർണർ അടുത്ത് നടന്ന എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് അല്ലെ. സഞ്ജയ് മൽഹോത്രയാണ് നമ്മുടെ നിലവിലെ RBI ഗവർണർ എന്നുള്ള കാര്യം അവിടെ ഓർമ്മിക്കുക. അപ്പോൾ RBIയുടെ റിസർവ് ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതയായിട്ടുള്ളത് ഉഷ ജാനകി രാമനാണ് കേട്ടോ. ഉഷ ജാനകി രാമനാണ് നിലവിലെ എന്ത് വരുന്നത്? റിസർവ് ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിക്കുക. അതുപോലെ തന്നെ സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത് RBIയുടെ ഗവർണർ ആണ്. അതുപോലെ തന്നെ വേൾഡ് ബാങ്കിന്റെ നമ്മൾ നോക്കുമ്പോൾ അജയ് ബംഗയാണ് വരുന്നത്. അങ്ങനെയുള്ള ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമനങ്ങളും കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുക. അതിൽ PSC ബുള്ളറ്റിൻ നിങ്ങൾ മിക്കതും നന്നായിട്ട് തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ അതിൽ വന്നിട്ടുള്ള ഫാക്റ്റുകളാണ്. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ നമുക്ക് PSC ബുള്ളറ്റിനിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അതിലൊന്നാണ് ഓപ്പറേഷൻ വനരക്ഷ എന്ന് പറയുന്നത്. എന്താണ് ഓപ്പറേഷൻ വനരക്ഷ എന്ന് പറയുന്നത്? സംസ്ഥാനത്തെ വനം റേഞ്ച് ഓഫീസുകൾ വിജിലൻസ് നടത്തിയിട്ടുണ്ടായിരുന്ന പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ വനരക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്പറേഷൻ വനരക്ഷ എന്താണ്? സംസ്ഥാനത്തെ വനം
ക്രൈം റേഞ്ച് ഓഫീസുകളിൽ ഈ പറയുന്ന ഓഫീസുകളിൽ നടത്തിയിട്ടുണ്ടായിരുന്ന വിജിലൻസ് നടത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു റെയ്ഡ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ വനരക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് അവിടെ ഓർമ്മിച്ച് വെക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഫാക്ട് നമുക്ക് ഇവിടെ നോക്കാനായിട്ടുള്ളത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ കർഷക ആത്മഹത്യ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. അത് മഹാരാഷ്ട്രയാണ്. ഇതെല്ലാം നമ്മുടെ PSC ബുള്ളറ്റിനിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓപ്പറേഷൻ വനരക്ഷ അവിടെ ഓർമ്മിച്ച് വെക്കുക. അതുപോലെ തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? മഹാരാഷ്ട്രയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത മറ്റൊരു ഫാക്റ്റിലോട്ട് നമ്മൾ പോകുമ്പോൾ ഒരു പുതിയ വിസയെ കുറിച്ചാണ് പറയാനുള്ളത്. ചൈന ആരംഭിച്ചിട്ടുള്ള ഒരു വിസയാണ്. എന്താണത്? വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായിട്ട് കെ വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ചത് ഏത് രാജ്യമാണ് എന്നുള്ളതാണ്. ചൈനയാണ്. ഓക്കെ, ചൈന ആരംഭിച്ചിട്ടുള്ള വിസയാണ് കെ വിസ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ലക്ഷ്യം? ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ആരംഭിച്ചിട്ടുള്ള വിസയാണ് കെ വിസ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ കെ വിസ ചൈന. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരത്തിന് അർഹനായത് താഴെ പറയുന്നതിൽ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റി, ഓക്കെ, ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റി നൽകി വരുന്ന ഒരു അവാർഡാണ് ഈ പറയുന്ന ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് എന്ന് പറയുന്നത്. അപ്പൊ 2025 ഈ പറയുന്ന ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടായിരുന്നത് അനന്ത് അംബാനി ആയിരുന്നു കേട്ടോ. അനന്ത് അംബാനിയാണ് 2025 ഈ ഒരു ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരത്തിന് അർഹനാവുന്നത്. അപ്പോൾ 2-3 കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫാക്ട് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിന്ന് നമുക്ക് ഇവിടെ പഠിച്ചു പോകാനുണ്ട്. ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റിയാണ് നൽകി വരുന്നത് എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിക്കുക. അതുപോലെ തന്നെ അനന്ത് അംബാനിയുടെ ഈ പറയുന്ന വന സംരക്ഷണം അല്ലെങ്കിൽ വന്യജീവി സംരക്ഷണവുമായൊക്കെ ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനമുണ്ട്. വൻതാര എന്നുള്ള പേരിലാണത് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു പ്രവർത്തനത്തിനാണ് എന്ത് വരുന്നത്? ഈ ഒരു ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡിന് അദ്ദേഹം അർഹനാവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതോടൊപ്പം 2 ഫാക്ടുകൾ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. അനന്ത് അംബാനിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ഒരു ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ്. ഓക്കെ, ആദ്യത്തെ ഏഷ്യക്കാരനാണ് അനന്ത് അംബാനി എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു ഫാക്ട് കൂടെ അവിടെ പഠിച്ചു വെക്കാനുണ്ട്. ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡിന് അർഹനാവുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് ആര്? അനന്ത് അംബാനി എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡിന് അർഹനാവുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. വൻതാര എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വന സംരക്ഷണവുമായി വന്യജീവി സംരക്ഷണവുമായൊക്കെ ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ആ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ 2 ഫാക്ടുകൾ അവിടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം വരുന്നത് പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നുള്ളതാണ്. അത്യാവശ്യം ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. നമ്മുടെ ഫിഫ സമാധാന പുരസ്കാരം 2025 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സമാധാന പുരസ്കാരം പ്രഥമ ഫിഫ സമാധാന പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? ഡൊണാൾഡ് ട്രംപ് ആണ് അല്ലെ. ഡൊണാൾഡ് ട്രംപ് ആണ് അർഹനാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഫിഫയെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഫിഫയുടെ നിലവിലെ പ്രസിഡന്റിനെ കുറിച്ച് കൂടെ പ്രസിഡന്റ് ആരാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ച് വെക്കുക. ജിയാനി ഇൻഫാന്റിനോ ആണ് കേട്ടോ. ജിയാനി ഇൻഫാന്റിനോ. ഓക്കെ, ജിയാനി ഇൻഫാന്റിനോ ആണ് നിലവിൽ നമ്മുടെ ഫിഫ പ്രസിഡന്റ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ച് വെക്കുക. എങ്ങാനും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദിച്ച് കാണാറുണ്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ ഓർമ്മിച്ച് വെക്കുക. ദെൻ അടുത്ത ഭാഗത്തോട്ട് നമ്മൾ പോകുമ്പോൾ കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള കാഴ്ച പരിമിതരുടെ ഒരു 2020 ക്രിക്കറ്റ് നടക്കുന്നതായിട്ട് ലോകകപ്പ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ വിന്നേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യ തന്നെയാണ് വിന്നേഴ്സ് ആവുന്നത്. കൊളംബോയിൽ വെച്ചാണ് നടക്കുന്നത്. ഫൈനലിൽ കൊളംബോനെ തന്നെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ വിന്നേഴ്സ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഓർമ്മിച്ച് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ യുനിസെഫിന്റെ നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ടിന്റെ ഇന്ത്യയിലെ അംബാസിഡർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട നടി ആരാണ് എന്നുള്ളത് എല്ലാം PSC ബുള്ളറ്റിനാണ്. പഠിച്ചു വെക്കുക, ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ
യുനിസെഫിന്റെ ഇന്ത്യയിലെ അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് കീർത്തി സുരേഷ് ആണ് കേട്ടോ. കീർത്തി സുരേഷ് ആണ് യുനിസെഫിന്റെ ഇന്ത്യയിലെ അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. അതോടൊപ്പം തന്നെ അടുത്ത മറ്റൊരു ചോദ്യം വരുന്നത്, ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായിട്ടുള്ള ഭാരത് നെറ്റ് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. കേരളമുണ്ട്, പഞ്ചാബ് ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്, അതുപോലെ തന്നെ കർണാടക വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറും അതോടൊപ്പം തന്നെ എന്താണ് ഈ ഒരു ഭാരത് നെറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഈ ഒരു സ്കീം എന്താണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിക്കുക. അപ്പൊ ഇനി എങ്ങാനും ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി താഴെ പറയുന്നതിൽ ഏതാണ് എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ കിട്ടാതെ പോകരുത്. ഭാരത് നെറ്റ് എന്ന് പറയുന്ന പദ്ധതിയാണ്. അപ്പൊ ഇത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന ആദ്യ സംസ്ഥാനമായിട്ട് വരുന്നതാണ് ഏത്? പഞ്ചാബ്. ഓക്കെ, പഞ്ചാബിലാണ് ഈ ഒരു പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പഞ്ചാബ് ഇതും റീസെന്റ് വന്ന അല്ലെങ്കിൽ ഡിസംബറിലേക്കുള്ള PSC ബുള്ളറ്റിൻ എന്നുള്ള ഫാക്റ്റുകളാണ് ഓർമ്മിച്ച് വെക്കുക. ദെൻ അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം കാഞ്ചീപുരം ഉണ്ട്, വാരണാസി തന്നിട്ടുണ്ട്, മൈസൂർ തന്നിട്ടുണ്ട്, ബാംഗ്ലൂർ തന്നിട്ടുണ്ട്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു സിൽക്ക് മ്യൂസിയത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പ്യൂപ്പ മുതൽ പ്യൂപ്പ തൊട്ട് എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് തുണി നെയ്തെടുത്ത് വരുന്നത് വരെയുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഒരു മ്യൂസിയത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം എന്ന് പറയുന്നത് എവിടെയാണ് നിലവിൽ വരുന്നത്? കർണാടകത്തിലാണ്, നമ്മുടെ മൈസൂരിൽ. കർണാടകത്തിലെ മൈസൂരിലായിട്ടാണ് നിലവിൽ വരുന്നത് എന്നുള്ളത് ഓർമ്മ. പ്യൂപ്പ തൊട്ട് അതിന്റെ എല്ലാ പ്രോസസ്സുകളും കാര്യങ്ങളും അടങ്ങുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു മ്യൂസിയത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ 2024 കണക്കുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഈ ഒരു പ്രൊഡക്ഷൻ, ഈ ഒരു സിൽക്കിന്റെ ഒക്കെ പ്രൊഡക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 32% ഇവിടെ നിന്ന് തന്നെയാണ് വരുന്നത്. കർണാടകത്തിൽ നിന്ന് തന്നെയാണ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അവിടെ തന്നെയാണ് രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം എന്ന് പറയുന്നത് മൈസൂരിലായിട്ട് നിലവിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തതായിട്ട് മറ്റൊരു ഓപ്പറേഷന്റെ പേരാണ്, ഒരു ദൗത്യത്തിന്റെ പേരാണ്. കേരളത്തില് ട്രെയിൻ യാത്രക്കാരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് റെയിൽവേ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ദൗത്യത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ്. അപ്പോൾ റീസെന്റ് ഈ പറയുന്ന ട്രെയിനുകളിലും ഒക്കെ ആയിട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ ഒക്കെ മുൻനിർത്തി കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി, ഒരു ദൗത്യം ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കള്ളൊക്കെ കുടിച്ച് ട്രെയിനിൽ കയറുന്ന ആളുകള്, അതുപോലെ തന്നെ ബ്രീത്ത് ഡിറ്റക്ടർ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. ഇത് വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതായിട്ട് റെയിൽവേ പോലീസ് നടപ്പിലാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ രക്ഷിത എന്ന് പറയുന്നത്. ഓപ്പറേഷൻ രക്ഷിത താഴെ പറയുന്നതിൽ എന്താണ് ഓപ്പറേഷൻ രക്ഷിതയുടെ ഒബ്ജക്റ്റീവ്, എന്താണ് എയിം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ട്രെയിൻ യാത്രക്കാരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു ദൗത്യമാണ് ഓപ്പറേഷൻ രക്ഷിത എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ട് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് എന്നുള്ളതാണ്. എന്താണ് പദ്ധതിയുടെ പേര് വരുന്നത്? ഭാരത് ടാക്സി എന്നാണ് കേട്ടോ. ഭാരത് ടാക്സി എന്നാണ് പദ്ധതിയുടെ പേര്. അപ്പൊ ഭാരത് ടാക്സി എന്താണ് എന്ന് ചോദിച്ചാൽ തിരിച്ചും മറിച്ചും പഠിച്ചു വയ്ക്കുക. കാരണം ഇത്തരത്തിലുള്ള ദൗത്യങ്ങളാണെങ്കിലും ഓപ്പറേഷൻസ് ആണെങ്കിലും സ്കീമുകളാണെങ്കിലും ഒക്കെ നമുക്ക് അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, എയിം എന്താണ്, അല്ലെങ്കിൽ ഇന്ന പദ്ധതിയുടെ പേരെന്താണ്, എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടുവരാറുണ്ട്. അതുകൊണ്ടാണ് സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് എന്ത് ചെയ്യുക, പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഭാരത് ടാക്സി എന്ന് പറയുന്നത്. ഭാരത് ടാക്സി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അവസരങ്ങൾ 10th ലെവലിലാണെങ്കിലും +2 ഡിഗ്രി ലെവലിലൊക്കെ ആയിട്ട് ഒരുപാട് അവസരങ്ങളാണ് ഇനിയുള്ള വർഷങ്ങളിൽ അല്ലെങ്കിൽ ഈ വർഷവും അടുത്ത വർഷമൊക്കെ ആയിട്ട് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു നല്ലൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയോടും കൂടിയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഡിഗ്രി ലെവലിലോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എക്സാമുകൾ കാര്യങ്ങൾ നമുക്ക് വരുന്ന ഒരു ടൈം കൂടിയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ കാര്യങ്ങളോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇനി പഠിച്ചു പോകേണ്ട ദിവസങ്ങളാണ്.
നല്ലതാണ്. പ്രത്യേകിച്ച് എന്താണ് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസിനെല്ലാം ഫോക്കസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിച്ചു പോവുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈവ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ, അതിൻ്റെ കൃത്യമായിട്ടുള്ള അനാലിസിസ് കാര്യങ്ങൾ, മോക്ക് ടെസ്റ്റുകളാണെങ്കിലും ഒക്കെ, അതുപോലെ തന്നെ ഒരു മെന്റർഷിപ്പ് കാര്യങ്ങളെല്ലാം എന്താണ് നൽകുന്ന ഒരു ബാച്ചാണ്. സോ ഈ ഒരു ബാച്ചിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ താഴെ നമ്മൾ ഗൂഗിൾ ഫോം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വയറീസ് കാര്യങ്ങൾ അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ PSC ഫാക്റ്റുകൾ, അതുപോലെ തന്നെ ഈ പറയുന്ന PSC ബുള്ളറ്റിനുള്ള കറണ്ട് അഫെയർ ഫാക്റ്റുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ഇനിയും ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ താങ്ക് യു.